എന്റെ മുതലാളിയാണ്. ഓ അൺഫോർച്ചുനേറ്റ്ലി അത് ശരിയാണ്. ഞാൻ ഇതിന്റെ അകത്തൊരു ഷെർലക് ഹോംസ് കളിച്ച് ഇങ്ങനെ പോവുകയാണ്, പലതും അറിയാൻ വേണ്ടി, എന്റെ മറക്കുന്നതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഓ അതാണ് അവിടെ കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ പറഞ്ഞ പോലെ ഇതും പിടിച്ച് ഗ്ലാസും പിടിച്ചോണ്ടാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ. നമുക്കെല്ലാം സ്വാഭാവികമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ അപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് നോക്കി അത് കണ്ടുപിടിക്കാൻ നോക്കില്ല. അങ്ങനെയുള്ള ഇത് വളരെ ഒരു എവറിഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ. ആൻഡ് റോഷൻ ചേട്ടനാണ് എന്താ പറയാ, അന്യഭാഷകാർ ഇങ്ങനെ കൊത്തിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ മലയാളത്തിന്റെ ഏക സ്വത്ത് റോഷൻ ചേട്ടനാന്നൊക്കെ. അവരാണ് കൊത്തിക്കൊണ്ട് നടക്കുന്നത്, ഞാനല്ല കൊത്തിക്കൊണ്ട് നടക്കുന്നത്. ഇത് അരിമണി. ഏറ്റവും കൂടുതൽ ബോളിവുഡിൽ നിന്നൊക്കെ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. യെസ് യെസ് കറക്റ്റ്. ഒരു സെക്കൻഡ്. അതെ 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 സത്യം. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനമാണ്. താങ്ക് യു. ആണോ? ഹോളിവുഡ് എന്നാണോ ബോളിവുഡ്? അത്രേ പറഞ്ഞോളൂ. ബോളിവുഡിലേക്ക് ആവും വൈകാതെ തന്നെ. ബോളിവുഡിലേക്കൊക്കെ ആലിയ ഭട്ട്, ജാൻവി കപൂർ, വെബ് സീരീസ് മൂവീസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചെക്കൻ അങ്ങ് ഹിന്ദി പോയി തിളങ്ങുകയാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നല്ല നല്ല മൂവീസ് സമ്മാനിക്കും. നേരെ അങ്ങോട്ടേക്ക് എങ്ങനെയുണ്ട് ചോദ്യത്തിലേക്ക് വന്നോ? ബോളിവുഡ് ആൻഡ് ബോളിവുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചാടി ചാടി നടന്ന് പണിയെടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാം മാറുമല്ലോ.